വാളയാർ കൊലക്കേസിൽ സിബിഐ കോടതിയുടെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് വാളയാർ നീതി സമരസമിതി. വാളയാർ ഭാഗ്യവതി അറസ്റ്റ് ചെയ്യുക. സിബിഐ കോടതിക്ക് അഭിനന്ദനങ്ങൾ. സിബിഐ കോടതിക്ക് അഭിനന്ദനങ്ങൾ. ഭാഗ്യവതി എന്ന കൊലപാതകയെ അറസ്റ്റ് ചെയ്യുക. ഭാഗ്യവതി എന്ന കൊലപാതകയെ അറസ്റ്റ് ചെയ്യുക. വാളയാർ ഭാഗ്യവതി അറസ്റ്റ് ചെയ്യുക. രണ്ടു കുട്ടികളെ പീഡനത്തിനും കൊലപാതകത്തിനും വിട്ടുകൊടുത്ത വാളയാർ ഭാഗ്യവതിയാണ് യഥാർത്ഥ പ്രതിയെന്ന് സമരസമിതി ആരോപിച്ചു. ഷാജിയുടെയും ഭാഗ്യവതിയുടെയും ജീവിത രീതി തന്നെ അത് തെളിയിക്കുന്നു എന്ന കുടുംബക്കാർ സിബിഐക്ക് കൊടുത്ത രഹസ്യമൊഴിയിൽ വ്യക്തമാണ്. ഒരമ്മയുടെ കർത്തവ്യം കൃത്യനിഷ്ഠതയോടെ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഈ മഹാദുരന്തം അട്ടപ്പള്ളത്ത് നടക്കുമായിരുന്നില്ല. കുട്ടികളുടെ വിദ്യാലയത്തിൽ നിന്നും അധ്യാപകർ പല പ്രാവശ്യം ഭാഗ്യവതിയെ വിളിച്ചപ്പോൾ പോകാത്ത ഭാഗ്യവതിയാണ് ഇപ്പോൾ നീതി വേണമെന്ന് പറഞ്ഞ് സമരം നടത്തുന്നത്. അതിന്റെ ഗൂഢലക്ഷ്യം നാട്ടുകാർ മനസ്സിലാക്കണം. ഇവരുടെ ലക്ഷ്യം സാമ്പത്തിക നേട്ടവും പണപ്പുരുവുമാണ് എന്ന് വാളയാർ നീതി സമരസമിതി ആരോപിച്ചു. സിബിഐക്ക് ഇനിയും വേണമെങ്കിൽ തെളിവുകളും മൊഴിയും കൊടുക്കുവാൻ സമരസമിതി തയ്യാറാണ്. ഭാഗ്യവതിയുടെയും ഷാജിയുടെയും അറസ്റ്റ് കാണാതെ മടക്കമില്ല എന്ന് ചെയർമാൻ യോഗത്തിൽ സംസാരിച്ചു. വാളയാർ നീതി സമരസമിതി യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത്, അന്നും ഇന്നും ആവശ്യപ്പെടുന്നത്, വാളയാർ ഭാഗ്യവതി ആണ് ഈ പിള്ളേരുടെ മരണത്തിൽ യഥാർത്ഥ പങ്ക് വഹിച്ചിട്ടുള്ളത്. ഭാഗ്യവതി യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ഭാഗ്യവതി കുടുംബക്കാർ തന്നെ പറയുന്നത്. കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഭാഗ്യവതിയുടെ ഭർത്താവ് ആരൊക്കെയാണെന്ന് ഭാഗ്യവതിക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഈ സമരസമിതി അന്നും ഇന്നും പറയുന്നു, ഭാഗ്യവതിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഭാഗ്യവതി നുണപരിശോധന നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടെത്താനും കഴിയുള്ളൂ. വീട്ടിൽ അസമയത്ത് എത്തിയത് ആരാണെന്നും വീട്ടിൽ ആരൊക്കെയാണ് ഈ കുട്ടികളെ പീഡിപ്പിച്ചെന്നുള്ള പൂർണ്ണ വിവരം ആർക്കറിയാം? വാളയാർ ഭാഗ്യവതിക്കറിയാം. അമ്മ അറിയാതെ വീട്ടിൻ്റെ അകത്ത് ഒരു ഇല പോലും വീഴില്ല. എന്നാൽ അമ്മ അറിഞ്ഞുകൊണ്ടാണ് മക്കൾ പീഡനത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് വാളയാർ ഭാഗ്യവതിയെ അറസ്റ്റ് ചെയ്ത് തുറങ്കലടയ്ക്കണമെന്നാണ് ഈ സമരസമിതിക്ക് പറയാനുള്ളത്. അതുമാത്രമല്ല, ഭാഗ്യവതിയുടെ രണ്ടാം അച്ഛൻ പറയുന്ന ഷാജി ഈ പിള്ളേരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി മൊഴികൾ പറയുന്നുണ്ട്, സാക്ഷികൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഷാജിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഷാജി ഈ പിള്ളേരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് നഗ്നമായി അവിടെ കുടുംബക്കാർ തന്നെ സിബിഐക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഷാജിയെയും ഭാഗ്യവതിയെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള സമയങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി ഈ സമരസമിതി മുന്നോട്ട് പോകുമെന്ന് ഈ വേളയിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്റെ വാക്കുകൾ നിർത്തുന്നു. കേസ് അന്വേഷിക്കുന്ന സിബിഐ ടീമിന് എല്ലാവിധ ഭാവങ്ങളും നേർന്ന യോഗത്തിൽ വിവിധ നേതാക്കന്മാർ സംസാരിച്ചു. ചെയർമാൻ എം കബീർ, ജനറൽ കൺവീനർ റെയ്മണ്ട് ആന്റണി, ട്രഷറർ എ സെറീന, കൺവീനർ എ കെ സുൽത്താൻ, വൈസ് ചെയർമാൻ എൻ കരിങ്കരപ്പുള്ളി, RMP ജില്ലാ സെക്രട്ടറി ജയൻ മമ്പറം, യുണൈറ്റഡ് യു ജില്ലാ പ്രസിഡന്റ് എ മുഹമ്മദ് റാഫി, പ്രവാസി കോൺഗ്രസ് എസ് നേതാവ് എ വേണുഗോപാൽ, തൃണമൂൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഗോപിനാഥ്, ഏകതാ പരിഷത്ത് നേതാവ് അഖിലേഷ് കുമാർ കൊട്ടേക്കാട്, മദ്യവിരുദ്ധ സമിതി കൺവീനർ PK സെലീന എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.